ഹലോ, ഈ തവണത്തെ കേരള അസോസിയേഷൻ്റെ ഫുഡ് ഫെസ്റ്റിവൽ നടന്നത് 22/6/2025 കേട്ടോ. അപ്പോൾ സെയിം ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഈ തവണ നടന്നത്. ഇപ്പോൾ 3 പ്രാവശ്യമായി ഈ ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ ഈ ഫുഡ് ഫെസ്റ്റിവൽ കൂടുന്നു കേട്ടോ. പക്ഷേ ഈ തവണത്തെ അറേഞ്ച്മെൻറ്റ്സ് വളരെ പക്കയായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ ഐശ്വര്യയ്ക്ക് ഒരു പങ്കുണ്ട് കേട്ടോ. കാരണം ഐശ്വര്യയും ഈ തവണത്തെ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഐശ്വര്യ ആർക്കിടെക്റ്റ് ആണല്ലോ, അപ്പോൾ ഐശ്വര്യയും കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവളെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു കേട്ടോ. RBS കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെയുള്ള ഷുഗർ 6.5 എന്ന് പറഞ്ഞാൽ 117 mg/dl ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കുറവാണ്, പക്ഷേ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ജീവിച്ചങ്ങോട്ട് പോവാം. കണ്ടോ, നല്ല അറേഞ്ച്മെൻറ്റ്സ് കേട്ടോ. എല്ലാവർക്കും ലാവിഷായിട്ട് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അശ്വതി ഹരിയൊക്കെ വന്നിട്ടുണ്ട്. ഐശ്വര്യ നല്ല തിരക്കായിരുന്നുണ്ട്. ഐശ്വര്യയുടെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ദേ സമ്മറൊക്കെ ഞാൻ ആദ്യം കാണിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ മേടിച്ചു. എന്തൊക്കെയാണെന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിള്ളേർക്ക് വേണ്ടി ബൗൺസിങ് കസിൽസൊക്കെ പലതരത്തിലുള്ള അവിടെ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഫുൾ ഡേ അവിടെ കളിക്കണമെങ്കിൽ 1000 ഷില്ലിങ്സ്. അതവർക്കറിയാം, അവർ ഫുൾ ഡേ കളിക്കില്ല എന്ന്. കാരണം കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങി വരില്ലേ. എല്ലാവരും ഇവിടെ കളിക്കാൻ ഇട്ടിട്ട് നമുക്ക് എന്തായാലും അകത്ത് നിൽക്കാനും പറ്റില്ല, ഉള്ളുറച്ച്. അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്ന് പൊഞ്ചിക്കൊരു ചിക്കൻ്റെ കാല് മേടിച്ചു കൊടുത്തിട്ടോ. അവളെങ്ങും അത് കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പൊതിച്ചോറാണ് മേടിച്ചത്. നല്ല സൂപ്പർ പൊതിച്ചോറായിരുന്നു കേട്ടോ. ഞാൻ അങ്ങ് ആക്രാന്തം കൊണ്ട് അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞാണ് വിചാരിച്ചു അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബാലൻസേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അടിപൊളി പൊതിച്ചോറായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും നല്ല ഫംഗ്ഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാ കടകളിലെയും സാധനങ്ങളൊക്കെ സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ.